നിന്നെപ്പോലുള്ള ആണുങ്ങൾക്കൊക്കെ ഒരു വിചാരമുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളൊക്കെ വിചാരിച്ചാൽ ഏത് പെണ്ണിനെയും അടിമയാക്കി വെക്കാമെന്ന്. കഴുത്തിലൊരു താലി കെട്ടിക്കൊടുത്താൽ അവൾ പിന്നെ പറയുന്നതനുസരിച്ച് ജീവിച്ചോളുമെന്ന്. അതൊക്കെ എന്താ പറയുക, നിങ്ങളുടെയൊക്കെ തെറ്റായ ധാരണ മാത്രമാണ്. വെറും തെറ്റായ ധാരണ. ഇവളെന്തൊക്കെയായി പറയണേ? ഒന്നും മനസ്സിലാവാതെ പോലെ ജയ് മീനുവിനെ നോക്കി. നീ എന്തെങ്കിലും നോക്കുന്നേ? ഇപ്പം നിനക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നിന്നെപ്പോലൊരു പീറ ചെറുക്കനെ ഞാൻ വിചാരിച്ച എവിടെ വേണമെങ്കിലും എത്തിക്കാൻ പറ്റുമെന്ന്. മീനുവിൻ്റെ ആ ചോദ്യം, ആ പറച്ചിൽ ജയ്ക്ക് ദേഷ്യം കയറി വരുന്നുണ്ടായിരുന്നു. എങ്കിലും ജയ് നിയന്ത്രണം പാലിച്ചു. ഒരക്ഷരം പോലും മിണ്ടിയില്ല. എടാ, നിന്റെ ഈ മൗനം നിന്റെ തോൽവിയുടെ മൗനാണെന്ന് എനിക്ക് മനസ്സിലായി. ചമ്മിയത് കാരണം ഒന്നും പറയാൻ പറ്റുന്നില്ലല്ലേ? അങ്ങനെ തന്നെയാണ് നിന്റെ ലൈഫും. ഇനിയുള്ള ഒരു വർഷം ഞാൻ വിചാരിക്കുന്നത് പോലെ ആയിരിക്കും കാര്യങ്ങൾ. നീ എന്ത് ചെയ്യണമെന്നും എപ്പോൾ ചെയ്യണമെന്നും എങ്ങനെ ചെയ്യണമെന്നും ഞാൻ തീരുമാനിക്കും. അത് അനുസരിച്ച് മാത്രമേ നിനക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. ഈ ഒരു വർഷം എൻ്റെ കൂടെ. ഞാൻ ഇവിടെ വരണമെന്ന് ഞാൻ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എപ്പോൾ പറയുന്നുവോ, അന്ന് നീ ഇവിടെ എത്തിയിരിക്കണം. മനസ്സിലായോ നിനക്ക്? ഇതുവരെ നീ നിൻ്റെ ഇഷ്ടത്തിന് ജീവിച്ചൊരു വ്യക്തിയായിരിക്കും. പക്ഷേ ഇനിയുള്ള ഒരു വർഷം നീ എൻ്റെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. മനസ്സിലായോ? മീനു പറച്ചിലും ചോദ്യങ്ങളും കൂടിക്കൊണ്ടേയിരുന്നു. ജയ് മൗനം വെടിഞ്ഞില്ല. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. കിടന്നോളൂ, വിശാലമായ ബെഡ് കാണുന്നില്ലേ? കിടക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? നിന്നെ ഉറക്കാൻ വേണ്ടി തന്നെയല്ലേ ഞാൻ വിളിച്ചത്. മീനുവിൻ്റെ മുഖത്ത് വീണ്ടും പുച്ഛഭാവം. അവളുടെ ആ ചിരിയും അഹങ്കാരത്തോടെയുള്ള സംസാരവും ജയ്ക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്രയും ദേഷ്യമുണ്ടാക്കിയെങ്കിലും ജയ് സമീപനം പാലിച്ചു. ഇവളോട് സംസാരിച്ചിട്ട് കാര്യമില്ല എന്നുറപ്പുള്ളതുകൊണ്ട്. വേറൊന്നുമില്ല, ഞാൻ കിടക്കണം. ഹാ, ഈ ബെഡിൽ എങ്ങനെയാണ് ഉറങ്ങേണ്ടതെന്ന് നിനക്ക് ഓർമ്മയില്ലേ? കൈയും കാലും കൂട്ടിയിട്ടിട്ടല്ലാതെ നിനക്ക് ഈ ബെഡിൽ കിടന്നുറങ്ങാൻ പറ്റില്ല. അതിനുള്ള അനുവാദം നിനക്കില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് മോൻ കിടക്ക്, ഞാൻ നന്നായി കെട്ടിയിടാം. മീനു വീണ്ടും പുഞ്ചിരിച്ചു. ഒന്നും പറയാതെ അനുസരണയുള്ളൊരു കുട്ടിയെപ്പോലെ ജയ് കിടന്നു. മീനു ആസ്വദിച്ച് അക്കാര്യം ചെയ്തു. ജയ്യുടെ കൈയും കാലും കൂട്ടിക്കെട്ടി. അത് കെട്ടുമ്പോൾ മീനുവിൻ്റെ മുഖത്ത് ഈ ലോകം കീഴടക്കിയതിൻ്റെ അഹങ്കാരമുണ്ടെന്ന് ജയ്ക്ക് തോന്നി. ഇവളെപ്പോലൊരു പെണ്ണ്